മാറുന്ന കാലാവസ്ഥ കരുതിയിരിക്കാം ഈ പുതിയ രോഗലക്ഷണങ്ങളെ. കേരളത്തിന്റെ കാലാവസ്ഥാ കലണ്ടർ അപ്പാടെ തെറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നാം കാണുന്നത്. ഇടവപ്പാതിയും തുലാമഴയും കൃത്യത പാലിക്കാതെ വരികയും അപ്രതീക്ഷിതമായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് പിന്നാലെ കഠിനമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. പ്രകൃതിയിലെ ഈ അസാധാരണ മാറ്റങ്ങൾ പരിസ്ഥിതി പ്രശ്നം എന്നതിലുപരി വൻതോതിലുള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ നാടിനെ നയിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പവും താപനിലയും മാറി മറിയുന്നത് വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ഇതിന്റെ ഫലമായി മുൻപെങ്ങുമില്ലാത്ത വിധം വൈവിധ്യമാർന്ന വൈറൽ പനികളാണ് കേരളത്തിലുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുട്ടികളെ പ്രധാനമായും ബാധിക്കുന്ന തക്കാളിപ്പനി പോലുള്ള രോഗങ്ങൾ ഇന്ന് വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. കൈവെള്ളയിലും കാൽപാദത്തിലും വായ്ക്കുള്ളിലും ചുവന്ന തടിപ്പുകളും കുമിളകളും പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗം അതിവേഗമാണ് പടരുന്നത്. മഴ മാറി വെയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ ചൂട് ശരീരത്തിലെ പ്രതിരോധന ശേഷിയെ കുറയ്ക്കുകയും നിർജ്ജലീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇതോടൊപ്പം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും പൂമ്പൊടിയും ചേരുന്നതോടെ ശ്വാസകോശ സംബന്ധമായ പുതിയ തരം അലർജികളും വ്യാപകമാവുകയാണ്. വിട്ടുമാറാത്ത ചുമയും ശ്വാസം മുട്ടലും പലരെയും മാസങ്ങളോളം അലട്ടുന്നു. മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചകളും കെട്ടിക്കിടക്കുന്ന വെള്ളവും ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കും വഴിമരുന്നിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ കേവലം മരുന്നുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക, പരിസര ശുചിത്വം പാലിക്കുക, ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക എന്നിവ അനിവാര്യമാണ്. ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വിദഗ്ധ സഹായം തേടാൻ നാം തയ്യാറാകണം. മാറുന്ന പ്രകൃതിക്കൊപ്പം നമ്മുടെ ആരോഗ്യശീലങ്ങളും കൂടുതൽ ജാഗ്രതയുള്ളതാക്കി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയൊരു രോഗവ്യാപനത്തിലേക്ക് നയിച്ചേക്കാമെന്ന തിരിച്ചറിവ് ഓരോ മലയാളിയിലും ഉണ്ടാകേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.